ലക്ഷ്മി മന്ദാനയും വളരെ കുറച്ചാണെങ്കിൽ അതും ഭംഗിയായിട്ട് ആ കഥയ്ക്ക് അഡോപ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കഥയുടെ കഥ പറഞ്ഞ രീതിയും അത് നമുക്ക് പ്രേക്ഷകരോട് ഒരു ഗൂം ചെയ്യാൻ തരാൻ പറ്റാത്തൊരു രീതി ഒഴിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് സന്തോഷമായിട്ടിരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ നോർമലായി കണ്ടാൽ മതിയെങ്കിൽ കാണാം, കണ്ട് സുഖമായിട്ട് ഇറങ്ങി പോരാം. പടത്തിൽ നിങ്ങൾ വലിയ പ്രതീക്ഷ വെച്ച് പോയാൽ നിങ്ങൾക്ക് ബോറടിക്കും. പടത്തിൽ ഒരു പ്രതീക്ഷയും വേണ്ടാതെ നിങ്ങളൊരു നോർമൽ സിനിമ കാണാൻ പോയി നല്ല കഥയുള്ള ഒരു പടം കാണാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരോടെയും പോവാം, ഫാമിലിയോടെയും പോവാം, എല്ലാവരോടും പോയി പടം കാണാം. മറ്റൊരു ലെവലിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു പോയാൽ പരാജയം നിങ്ങൾക്ക് വരും. അതിപ്പോൾ ഏത് പടം അങ്ങനെയാണല്ലോ. പക്ഷെ അല്ലാത്ത രീതിയിൽ 3 മണിക്കൂർ ഒരു ബോറും ഇല്ലാത്ത ഒരു കാം ആൻഡ് ക്വൈറ്റ് നല്ലൊരു ത്രില്ലിങ് പടം. സ്മൂത്താ കൊണ്ടുപോയി, അതായത് ബോറില്ലാതെ തുടങ്ങി 3 മണിക്കൂർ ഒരിടവും ലാഗില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. 3 മണിക്കൂർ ഒരിടത്തും ലാഗില്ലാതെ പടം തുടങ്ങുകയും ചെയ്യും, തീരുകയും ചെയ്യും. നമുക്ക് സീൻ സീക്വൻസ് ഒന്നും ബോറടിക്കുകയില്ല. കാരണം ഇവരുടെയൊക്കെ ബെറ്റർ അഭിനയം എല്ലാവരും ബെറ്റർ അഭിനയം. നാഗാർജുന ആയാലും നമ്മുടെ രശ്മികയായാലും പിന്നെ നമ്മുടെ നായകനായാലും ധനുഷിന്റെ കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ആർട്ടിസ്റ്റ് ആയാലും വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഒരു പ്രധാന വില്ലനെ കാണിക്കണമെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ബൂസ്റ്റ് ചെയ്യാനുള്ള ഒന്നും ഡയറക്ടർ സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടില്ല. ഹെവി ബൂസ്റ്റിംഗ് ഇല്ല. അല്ലാത്ത നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാതെ പോയി കണ്ട നല്ല സ്റ്റൈലായിട്ട് നോർമലായിട്ട് എൻജോയ് ചെയ്ത് 3 മണിക്ക് ഒരു തിയേറ്ററിലിരുന്ന് ഒരു സിനിമ കണ്ടു എന്നുള്ള രീതിയിൽ കണ്ടിറങ്ങി വരാൻ പറ്റിയ ഒരു സിനിമ. പക്ഷേ ഈ സിനിമ നിങ്ങളടുത്ത് പ്രേക്ഷകരെടുത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്തിരി നോളജോടെ പോയി കാണുക. അത് ഞാൻ ഇതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ പഴയ 90 കാലഘട്ടം മുതൽ ഇപ്പോൾ ഉള്ളതിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾ പോയി കാണുക. ഇപ്പോൾ ഈ ലോകം എന്താണ് നടക്കണമെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങളുടെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് എന്ത് നടക്കണമെന്ന് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ കരുതി ഓടിക്കൊണ്ടിരിക്കും, ഒന്നും മനസ്സിലാവില്ല. ഇതുപോലത്തെ ത്രെഡുള്ള ഒരു സാധനം നിങ്ങളുടെ ഫേസിൽ ഇട്ട് തന്നാലും കത്തൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അല്ലാത്ത രീതിയിൽ ധനുഷിൻ്റെ പെർഫോമൻസ് വൈസ് ഈ പടം എല്ലാം നന്നായിട്ടുണ്ട്. നല്ലൊരു തമിഴ് മൂവിയാണ്. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. കാരണം തിയേറ്റർ മസ്റ്റ് വാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 മണിക്കൂറിൻ്റെ കറക്റ്റ് ലെവലും കഥയൊക്കെ നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ ഒരു AC തിയേറ്ററിൽ നല്ല ഫുൾ ഫ്രെയിമുള്ള തിയേറ്ററിലേക്ക് പടം കാണാവും. ചെറിയ സ്ക്രീനിൽ കാണുന്നത് ബോറടിക്കും. കാരണം പടം സ്ലോയിൽ പോകണതുകൊണ്ട് നിങ്ങൾ ചെറിയ സ്ക്രീനിൽ കണ്ട പടം തീർച്ചയായിട്ടും ബോറടിക്കും. നിങ്ങളെപ്പോഴും ഫുൾ സ്ക്രീനിൽ 60 to 70 mm വിത്തുള്ള തിയേറ്ററിൽ മാത്രമേ കാണാവൂ. അറ്റ്ലീസ്റ്റ് ഡോൾബി അറ്റ്മോസ്ഫിയർ അതിനകത്തുണ്ടായിരിക്കണം. അല്ലാത്ത ഒരു തിയേറ്ററിൽ നിങ്ങൾ ഈ പടം കാണാതിരിക്കുക. ധനുഷിനും ഇതിലെ ഡയറക്ടർക്കും ഇതിലെ ആക്ഷൻ കോറിയോഗ്രാഫർക്കും മറ്റ് സ്ക്രിപ്റ്റ് ഡയറക്ടർക്കും അഭിനന്ദനങ്ങൾ. പക്ഷേ ഈ പടത്തിന് ഒരു 10ൽ എത്ര മാർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാൽ 7.5 കൊടുക്കാനേ പറ്റൂ. 2.5 ഞാൻ പറഞ്ഞില്ല, ത്രില്ലിംഗ് ഇല്ല. ആ ത്രില്ലിംഗ് വന്ന് കുറച്ച് വേറെ ലെവലിൽ കൂടെ ഇത് കൊണ്ടുപോയിരുന്നുവെങ്കിൽ വേറെ അത്രയും നല്ലൊരു സബ്ജക്റ്റ്